Yes, so far we discussed about the details of a two-winding transformer, single-phase two-winding transformer. The two windings are, as we know, that the primary winding and the secondary winding. Both of the two windings are accommodated in the core itself. So, the primary winding and the secondary winding have electrical distinction in that two winding transformer. Now, today we are going to discuss about an unwinding transformer. It is called the auto transformer. Auto transformer itself has only one winding. See here, AC is a single winding. AC is a single winding which consists of N1 number of turns, N1 number of turns. And the point E is a variable point. We can set that variable point anywhere else between A and C. Now the variable point E is here is set, and the portion EC, or the number of turns accommodated in the portion EC, is acting as the secondary, as the number of turns of N2. So N1 is the whole number of turns between A and Z, and N2 is the number of turns that is accommodated between E and C. N1 is as usual acting as the primary, and N2 is acting as the secondary. Here, one thing is important to note that the portion EC is common both for the primary section and for the secondary section. Okay. So, being an auto transformer, which is an unwinding transformer, it can save considerable amount of copper. Copper means considerable amount of winding material. The absence of another one winding for the secondary section gives rise the cost of such transformer being so small. It can save copper and it costs less. The cost of an auto transformer is smaller than the cost of a two-winding transformer of the same capacity. This is the അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞാൽ അതൊരു സിംഗിൾ വൈൻഡിങ് മാത്രമുള്ള ട്രാൻസ്ഫോർമറാണ്. വൺ വൈൻഡിങ് ട്രാൻസ്ഫോർമർ, ഒറ്റ വൈൻഡിങ് മാത്രമേ ഉള്ളൂ. ഓട്ടോ ട്രാൻസ്ഫോർമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ടു വൈൻഡിങ് ട്രാൻസ്ഫോർമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പോലെ തന്നെയാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ തന്നെയാണ് ഓട്ടോ ട്രാൻസ്ഫോർമറിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഒറ്റ വൈൻഡിങ് മാത്രമുള്ളിടത്ത് മ്യൂച്വൽ ഇൻഡക്ഷൻ എങ്ങനെ സാധ്യമാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രൈമറി സെക്ഷനും സെക്കൻഡറി സെക്ഷനും ഫ്ലക്സ് ആക്ട് ചെയ്യുന്ന പോർഷൻസ് ഉണ്ട്. അതുകൊണ്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ തന്നെ ആണ് ഓട്ടോ ട്രാൻസ്ഫോർമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് പറയുന്നത്. ഇനി ഓട്ടോ ട്രാൻസ്ഫോർമറുകൾക്ക് ഒരു പർട്ടിക്കുലർ കപ്പാസിറ്റി ഉള്ള ടു വൈൻഡിങ് ട്രാൻസ്ഫോർമറും ഓട്ടോ ട്രാൻസ്ഫോർമറും കമ്പയർ ചെയ്യുമ്പോൾ ധാരാളം അഡ്വാൻറ്റേജ് ഓട്ടോ ട്രാൻസ്ഫോർമറുകൾക്ക് ഉണ്ട്. ഇനി ഓട്ടോ ട്രാൻസ്ഫോർമറുകൾ ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ ഏത് ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ അത് ഡിസൈൻ ചെയ്യുന്നതും അതിൻ്റെ യൂട്ടിലിറ്റി നമ്മൾ അച്ചീവ് ചെയ്യുന്നതെന്നും നോക്കാം. ഓട്ടോ ട്രാൻസ്ഫോർമറുകൾ ജനറലായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തെന്നാൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K = N2/N1. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കെയോട് അടുത്തുള്ള സിറ്റുവേഷനുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ K = N2/N1 അല്ലെങ്കിൽ V2/V1. ഇത് K യൂണിറ്റിയോട് അടുത്തുള്ള വാല്യൂകൾ
വർക്ക് ചെയ്യാനാണ് ഓട്ടോ ട്രാൻസ്ഫോർമറുകൾ പ്രധാനമായിട്ടും ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇൻപുട്ട് വോൾട്ടേജും ഈ ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിൽ വളരെ അന്തരമില്ലാത്ത രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സിംഗിൾ ഫേസ് ഓട്ടോ ട്രാൻസ്ഫോർമർ അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 230 വോൾട്ട് ആണെങ്കിൽ ഒരുപക്ഷെ ഔട്ട്പുട്ടിൽ നിന്ന് 200 വോൾട്ടോ 190 വോൾട്ടോ 210 വോൾട്ടോ അങ്ങനെയുള്ള വോൾട്ടേജ് സെക്കൻഡിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ലാതെയും നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഓട്ടോ ട്രാൻസ്ഫോർമറുകൾ അവയുടെ വേറൊരു പേര് ഡിമ്മർ സ്റ്റാറ്റ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഡിമ്മർ സ്റ്റാറ്റുകളൊക്കെ 0 മുതൽ ഏകദേശം 270 വോൾട്ട് വരെ വർക്ക് ചെയ്യുന്ന പാകത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഓട്ടോ ട്രാൻസ്ഫോർമർ അപ്പോൾ ഡിമ്മർ സ്റ്റാറ്റുകൾ അവൈലബിൾ ആണ്. 0 to 270 വോൾട്ട്. എന്നാൽ നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്നത് ഇവിടെ ഇൻപുട്ടായി വിടുന്നത് ഒരുപക്ഷെ 230 വോൾട്ടായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 270 വോൾട്ട് എങ്ങനെ കിട്ടും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ 270 വോൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഇൻപുട്ട് വോൾട്ട് N1 എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 100 ടേണാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ അഡീഷണൽ ആയിട്ട് കുറച്ച് ടേൺ കൂടെ ഇട്ടിട്ട് സെക്കൻഡറി വോൾട്ടേജ് അവിടെ നിന്ന് കൂടുതൽ എടുക്കുമ്പോൾ അപ്പോൾ കുറെ കൂടെ നമ്പർ ഓഫ് ടേൺസ് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് സെക്കൻഡറി സൈഡിൽ നമ്പർ ഓഫ് ടേൺസ് കൂടി വരും. അങ്ങനെ നമുക്ക് 230 240 ഇൻപുട്ട് വോൾട്ട് കൊടുത്തിട്ട് സെക്കൻഡറിയിൽ 270 വോൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെയും ചെയ്യാം. ഇവിടെ അഡീഷണൽ ആയിട്ട് കുറച്ച് നമ്പർ ഓഫ് ടേൺസ് കാണും. ആ നമ്പർ ഓഫ് ടേൺസ് ഈ സ്ലൈഡിങ് കോണ്ടാക്ട് വെച്ചിട്ട് അതിനെയും കൂടെ സെക്കൻഡറി സൈഡിലേക്ക് കവർ ചെയ്തെടുക്കാനും അപ്പോൾ C മുതൽ ഇതുവരെ വരുന്ന അഡീഷണൽ ടേൺസ് കൂടെ വരുന്ന വോൾട്ടേജ് സെക്കൻഡറിയിൽ കിട്ടാൻ പാകത്തിന് നമുക്ക് വർക്ക് ചെയ്യുന്ന ഓട്ടോ ട്രാൻസ്ഫോർമർ ഡിമ്മർ സ്റ്റാറ്റ് അവൈലബിൾ. ഇപ്പോൾ ഡിമ്മർ സ്റ്റാറ്റുകൾ സാധാരണയായി ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് 0 to 270 വോൾട്ട് ഔട്ട്പുട്ട് സൈഡിൽ അതൊരു റോട്ടറി സ്വിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ പൊസിഷൻ ഇങ്ങനെ പർട്ടിക്കുലർ ഡിഗ്രി ഇങ്ങനെ കറക്കി വരുമ്പോൾ 0, 25, 50, 100, 125, 150, 175, 200, 225 എന്നുള്ള ഏരിയയിൽ 275 വരെ ഒരു പർട്ടിക്കുലർ ഡിഗ്രി അത് റൊട്ടേറ്റ് ചെയ്ത് ആ ഡിമ്മർ സ്റ്റാറ്റിൻ്റെ റോട്ടറി നോബ് വരുന്നതനുസരിച്ച് ഔട്ട്പുട്ടിലെ വോൾട്ടേജ്. ഇനി ഏറ്റവും പ്രധാനമായി ആദ്യമായി ഞാൻ ഒരു ഓട്ടോ ട്രാൻസ്ഫോർമറിനെ കുറിച്ച് പറയേണ്ടത് എന്തെന്നാൽ 2 വൈൻഡിങ് ട്രാൻസ്ഫോർമറുകൾ ഇലക്ട്രിക്കൽ ഡിസ്റ്റിങ്ഷനോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പ്രൈമറിയിൽ ഇപ്പോൾ 240 230 വോൾട്ട് കൊടുത്തു, സെക്കൻഡറിയിൽ വേറൊരു റെഡ്യൂസ്ഡ് വോൾട്ടേജ് നമ്മൾ എടുത്തു. അപ്പോൾ പ്രൈമറിയിൽ ഈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്ന ആ വോൾട്ടേജ് ഇംപ്രസ് ചെയ്യുന്ന ആ ഒരു സർക്യൂട്ട്, സെക്കൻഡറിയിൽ നമ്മൾ വേറൊരു റെഡ്യൂസ്ഡ് വോൾട്ടേജ് എടുക്കുന്ന സർക്യൂട്ട്, ഈ രണ്ട് സർക്യൂട്ടുകളിൽ തമ്മിൽ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഇല്ല. അപ്പോൾ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ രണ്ട് സർക്യൂട്ടറികളിലും അത്യാവശ്യമില്ല എന്നുള്ളിടത്താണ് ഓട്ടോ ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നത്. അതേസമയം 2 വൈൻഡിങ് ട്രാൻസ്ഫോർമറുകളിൽ ഈ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ കിട്ടുന്നുണ്ട്. പ്രൈമറി സർക്യൂട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രൈമറി ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന പ്രൈമറി സർക്യൂട്ടാണ്. ഇപ്പോൾ KCBക്കാർ നമ്മുടെ റോഡ് സൈഡിലേക്ക് വെച്ചിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ അതിൻ്റെ പ്രൈമറി എനർജൈസ് ചെയ്തിരിക്കുന്നത് 11,000 വോൾട്ട് അഥവാ 11 kV വോൾട്ടിലാണ്. ആ സർക്യൂട്ടും അതുപോലെ അതിൻ്റെ സെക്കൻഡറി എന്ന് പറയുന്ന 15 വോൾട്ട് എന്ന് പറയുന്ന സെക്കൻഡറി സൈഡിൽ തമ്മിൽ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഉണ്ട്. അത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് വൈൻഡിങ് ആയിട്ടും ആണ് നിൽക്കുന്നത്. അവിടെ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ അത്യാവശ്യം ഉണ്ട് താൻ. എന്നാൽ ഓട്ടോ ട്രാൻസ്ഫോർമറിൽ അതില്ല. അപ്പോൾ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ നിർബന്ധമില്ല എന്നുള്ള സ്ഥലത്തും ഏകദേശം ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ യൂണിറ്റിയോട് അടുത്ത വാല്യൂ ഉള്ള രീതിയിലും വർക്ക് ചെയ്യാനാണ് ഓട്ടോ ട്രാൻസ്ഫോർമർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ജനറലായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നാലും ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ യൂണിറ്റിയോ അതിനോട് അടുത്തോ ആയിക്കൊള്ളണമെന്നുമില്ല. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയ്ക്ക് വളരെ യൂണിറ്റുകൾ വളരെ മാറിയിട്ട് മേലോട്ടോ താഴോട്ട് യൂണിറ്റുകൾ താഴ്ന്നും യൂണിറ്റുകൾ കുറെ കൂടെ ഉയർന്നിട്ടും ഉള്ള വാല്യൂയിൽ ഓട്ടോ ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോർമറുകൾ എന്ന് പറഞ്ഞാൽ അത് സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോർമറാണ്, 1 വൈൻഡിങ് ട്രാൻസ്ഫോർമറാണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ ഒരു 2 വൈൻഡിങ് ട്രാൻസ്ഫോർമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ്. ഇതിൽ ഒരൊറ്റ വൈൻഡിങ് മാത്രമേ ഉള്ളൂ, സെക്കൻഡറിക്കായിട്ട് വേറൊരു സെറ്റ് വൈൻഡിങ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് വൈൻഡിങ്ങിന് ആയി ഉപയോഗിക്കുന്ന കോപ്പർ ഒരു കൺസിഡറബിൾ എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, ഒറ്റ വൈൻഡിങ് മാത്രം ഉള്ളതുകൊണ്ട്. അപ്പോൾ കോപ്പർ സേവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ട്രാൻസ്ഫോർമറിൻ്റെ കോസ്റ്റ് വളരെ കുറഞ്ഞിരിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു വൈൻഡിങ് കൂടെ
അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ, 2 വൈൻഡിങ് ഇല്ല എന്നുള്ളത് കൊണ്ട് ട്രാൻസ്ഫോർമർ സൈസിൽ ചെറുതായിരിക്കും. മാത്രമല്ല അത് ഓക്കുപ്പൈ ചെയ്യാൻ കുറച്ച് സ്പേസ് മതിയാവും. ലെസ് സ്പേസ് റിക്വയർഡ് ടു ഓക്കുപ്പൈ സച്ച് ഓട്ടോ ട്രാൻസ്ഫോർമേഴ്സ്. ഇങ്ങനെ ചില അഡ്വാൻറ്റേജുകൾ ഓട്ടോ ട്രാൻസ്ഫോർമറിന് ഉണ്ട്. മാത്രമല്ല വൈൻഡിങ് ലോസ്, ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് രണ്ടാമത്തെ വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന വൈൻഡിങ് ലോസ് ഇല്ല തന്നെ. അപ്പോൾ അതുകൊണ്ട് എഫിഷ്യൻസിയും ഇത്തരം ട്രാൻസ്ഫോർമറുകൾക്ക് കൂടുതലായിരിക്കും. ഇനി ഓട്ടോ ട്രാൻസ്ഫോർമറുകൾക്ക് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോർമർ എന്ന് ചോദിക്കാറുണ്ട്. ഓട്ടോ ട്രാൻസ്ഫോർമറിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു, അതായത് സിംഗിൾ വൈൻഡിങ് മാത്രമേ ഉള്ളൂ. ആ സിംഗിൾ വൈൻഡിങ്ങിൻ്റെ തന്നെ ഒരു പോർഷൻ പ്രൈമറിക്കും സെക്കൻഡറിക്കും കോമൺ ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ സെക്കൻഡറി എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷണലായിട്ട് ഈ വേരിയബിൾ പോയിന്റ് ഇങ്ങോട്ടോ മാറ്റിയിട്ട് എത്ര ആണ് സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ എണ്ണം വേണ്ടത്, എത്രയാണ് നമ്മുടെ വോൾട്ടേജ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പൊസിഷനിലേക്ക് വേരിയബിൾ പോയിന്റ് കൊണ്ടുവച്ചിട്ട് നമുക്ക് സെക്കൻഡറി വോൾട്ടേജ് അച്ചീവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു സ്മൂത്ത് വേരിയേഷൻ പോലും ഇവിടെ നിന്ന് കിട്ടും. ഇപ്പോൾ നമ്മളൊരു 230 വോൾട്ട് കൊടുത്തിട്ട് 225 വോൾട്ട് അല്ലെങ്കിൽ 224 വോൾട്ട് ഇങ്ങനെ എക്സാക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡയലും നോബും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വോൾട്ടേജ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ വൈൻഡിങ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കോപ്പർ സേവിങ്സ് ഉണ്ട്, അതുകൊണ്ട് വില കുറവാണ്. ഒരു വൈൻഡിങ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വെയിറ്റ് കുറവാണ്. ഒരു വൈൻഡിങ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് സൈസ് ചെറുതാണ്. ഒരു വൈൻഡിങ് മാത്രമേ ഉള്ളതുകൊണ്ട് ലോസസ് കുറവാണ്, എഫിഷ്യൻസി കൂടുതലാണ്. ഇങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ അഡ്വാൻറ്റേജസ്. ഒന്ന്, ലെസ് കോപ്പർ റിക്വയർഡ്, കുറച്ച് കോപ്പർ മാത്രം മതി. ലെസ് കോപ്പർ റിക്വയർഡ്, ഒറ്റ വൈൻഡിങ് മാത്രമേ ഉള്ളൂ, കുറച്ച് കോപ്പർ മാത്രം മതി. 2, ലോ കോസ്റ്റ്, വില കുറവാണ്. 3, സ്മാൾ ഇൻ സൈസ് ചെറുതാണ്. 4, ലെസ് വെയിറ്റ്. 5, ലെസ് സ്പേസ്. 'required to occupy', less space required to occupy, കുറച്ച് സ്ഥലത്ത് അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി 6, losses are reduced, കുറഞ്ഞ ലോസസ് ആണുള്ളത്. 7, higher efficiency. അപ്പോൾ ഇതൊക്കെ ഒരു ഓട്ടോ ട്രാൻസ്ഫോർമറിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് എടുക്കാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഡിസ്അഡ്വാൻറ്റേജ്, നോ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ. ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഇല്ല ഓട്ടോ ട്രാൻസ്ഫോർമറുകൾക്ക്, ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഇല്ല. 2, ലിമിറ്റഡ് സൈസും വളരെ വലുതാക്കാൻ പറ്റില്ല. ഒരു പർട്ടിക്കുലർ KVA കപ്പാസിറ്റി വരെ മാത്രമേ സക്സസ്ഫുള്ളായിട്ട് ഓട്ടോ ട്രാൻസ്ഫോർമറുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ചില ഡിസഡ്വാൻറ്റേജുകൾ ഓട്ടോ ട്രാൻസ്ഫോർമറുകൾക്ക് ഉണ്ട്. ഇനി ഓട്ടോ ട്രാൻസ്ഫോർമറുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ യൂസസ് ആണ്. യൂസസ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോർമർ. അതായത് ഓട്ടോ ട്രാൻസ്ഫോർമറുകൾ പലപ്പോഴും ബൂസ്റ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. യൂസ്ഡ് ആസ് ബൂസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ, AC ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ
ഇപ്പോൾ റോഡ് സൈഡിൽ ഇരിക്കുന്ന KSEBയുടെ ഒരു വലിയ ട്രാൻസ്ഫോമർ, ആ ട്രാൻസ്ഫോമർ ഫീഡ് ചെയ്യുന്നത് കുറേ പ്രദേശങ്ങളെ ആണ്. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഇൻഫ്ലുവൻസിൽ വരുന്ന നിരവധി സ്ഥലങ്ങളിലേക്ക് ഫീഡറുകൾ പോകുന്നുണ്ടായിരിക്കും, ഈ സർവീസ് ലൈനുകളൊക്കെ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഫീഡറിൻ്റെ നീളം കൂടുന്നതനുസരിച്ച്, ലെന്ത് കൂടുന്നതനുസരിച്ച്, അകലെ ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് നിന്ന് അകലങ്ങളിലേക്ക് പോകുന്നതനുസരിച്ച് ഫീഡറിൻ്റെ റെസിസ്റ്റൻസ് മൂലം വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകാറുണ്ട്. വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകാറുണ്ട്, പവർ ലോസ് ഉണ്ടാകാറുണ്ട്. വോൾട്ടേജ് ഡ്രോപ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ വളരെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ ഒരു സ്റ്റാൻഡേർഡ് വോൾട്ടേജ് അധികം ഡ്രോപ്പ് ഇല്ലാതെ കിട്ടും. കുറച്ച് അകലെ പോകുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് കുറച്ച് കൂടുതലായി അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് ഈ സർവീസ് ലൈനിലും അതുപോലെ ഫീഡറുകളുടെയും ഇടയ്ക്ക് വോൾട്ടേജ് ഡ്രോപ്പ് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് കുറെ കൂടെ വോൾട്ടേജ് ഉയർത്തി അവിടെ നിന്ന് അങ്ങോട്ട് പവർ ഡിസ്ട്രിബ്യൂഷൻ സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നീളം കൂടിയ ഡിസ്ട്രിബ്യൂഷൻ ലൈനുകളിൽ ഓട്ടോ ട്രാൻസ്ഫോമറുകൾ വെച്ച് വോൾട്ടേജ് ഡ്രോപ്പ് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനാണ് ബൂസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അത് വളരെ വളരെ പ്രചാരത്തിൽ ഉള്ളൊരു യൂസാണ്. ഇനി രണ്ട്, യൂസ്ഡ് ആസ് സ്റ്റാർട്ടർ, മോട്ടോർ സ്റ്റാർട്ടർ. യൂസ്ഡ് ആസ് സ്റ്റാർട്ടേഴ്സ്, മോട്ടോർ സ്റ്റാർട്ടറുകളായിട്ട് ഉപയോഗിക്കുന്നു. അതായത് AC മോട്ടോർ, ഇൻഡക്ഷൻ മോട്ടോറൊക്കെ തന്നെ പലപ്പോഴും സ്റ്റാൻഡേർഡ് വോൾട്ടേജ് കൊടുത്ത്, നോർമൽ വോൾട്ടേജ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് പീരീഡിൽ ഒരു റെഡ്യൂസ്ഡ് വോൾട്ടേജ് കൊടുത്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്ത് അത് സ്പീഡ് പിക്കപ്പ് നോർമൽ സ്പീഡിലേക്ക് അച്ചീവ് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ നോർമൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓട്ടോ ട്രാൻസ്ഫോമറുകൾ ഓട്ടോ സ്റ്റാർട്ടർ എന്ന പേരിൽ സ്റ്റാർട്ടിങ് സമയത്ത് മോട്ടോറിന് റെഡ്യൂസ്ഡ് വോൾട്ടേജ് കൊടുത്ത് സ്റ്റാർട്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഓട്ടോ സ്റ്റാർട്ടറിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ മോട്ടോർ സ്റ്റാർട്ടിങ്ങിനായിട്ട് ഓട്ടോ ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത് മൂന്ന്, യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ഫർണസസ്. ചില ഫർണസുകൾ, ഇലക്ട്രിക് ഫർണസുകൾ നോർമൽ 230 സിംഗിൾ ഫേസ് ആണെങ്കിൽ നോർമൽ 230 വോൾട്ടിൽ അല്ല വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള 100 വോൾട്ടിന് താഴെ അല്ലെങ്കിൽ 150 വോൾട്ട് എന്നുള്ള റേഞ്ചിലേക്ക് 100 വോൾട്ട്, 125 വോൾട്ട്, 150 വോൾട്ട്, 175 വോൾട്ട്, ഇങ്ങനെ ഡിഫറെൻറ്റ് റേഞ്ചസ് ഓഫ് വോൾട്ടേജസ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഫർണസുകളിൽ അവിടുത്തെ ഒരു ഡിസൈഡ് വോൾട്ടേജ് ടാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നു. അടുത്ത് യൂസ്ഡ് ഇൻ ലബോറട്ടറീസ്. ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്നു. ലബോറട്ടറികളിൽ മീറ്റർ ടെസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ലബോറട്ടറികളിൽ മറ്റ് എക്യുപ്മെൻറ്റുകൾ, പല റേഞ്ച് ഓഫ് വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന എക്യുപ്മെൻറ്റുകളുണ്ട്. അപ്പോൾ അവയ്ക്കൊക്കെ ആവശ്യമുള്ള വോൾട്ടേജ് കട്ട് ചെയ്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് സിംഗിൾ ഫേസ് ലൈനിൽ നിന്നും വോൾട്ടേജ് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്നു. അതുപോലെ സ്റ്റഡി പർപ്പസിനായിട്ട് സ്റ്റഡി പർപ്പസ് ഇപ്പോൾ ഇലക്ട്രിക്കൽ ലാബ്, അതുപോലെ അസോസിയേറ്റഡ് ആയിട്ടുള്ള മറ്റ് ലാബുകളിലെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്, ഇലക്ട്രിക്കൽ മീറ്റേഴ്സ്, ഇലക്ട്രിക്കൽ മെഷീനറീസ് ഇവയൊക്കെ ഉള്ളിടത്ത് റെഡ്യൂസ്ഡ് വോൾട്ടേജിൻ്റെ ആവശ്യം വളരെ കൂടുതലുണ്ട്. ഇപ്പോൾ ഒരു ഇൻഡക്ഷൻ മോട്ടോറിൽ നമുക്ക് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ തന്നെ അല്ലെങ്കിൽ സിംഗിൾ ഫേസ് മോട്ടോറുകളിൽ ഒക്കെ തന്നെ പലയിടത്തും റെഡ്യൂസ്ഡ് വോൾട്ടേജ് കൊടുത്ത് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ട്രാൻസ്ഫോർമറിലും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് സെക്കൻഡറി ഷോർട്ട് ചെയ്തുകൊണ്ട് പ്രൈമറിയിൽ റെഡ്യൂസ്ഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. അവിടെയൊക്കെ ഓട്ടോ ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിക്കാറുണ്ട് സ്റ്റഡി പർപ്പസിന്. എന്നിട്ട് അവരുടെ എഫിഷ്യൻസി അതുപോലുള്ള മറ്റ് ഗ്രാഫോ ഇതൊക്കെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റഡി പർപ്പസിന് ലാബുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി 6, മീറ്റർ ടെസ്റ്റിംഗ്. അതായത് വോൾട്ട്മീറ്ററുകൾ, അമ്മീറ്ററുകൾ കൂടെ അമ്മീറ്ററുകളിലും വോൾട്ടേജ് അപ്ലൈ ചെയ്ത് റെസിസ്റ്റൻസ് ഇട്ട് കറണ്ടായി കൺവേർട്ട് ചെയ്തുകൊണ്ട് ഉള്ള ടെസ്റ്റിങ്ങുകളൊക്കെ ചെയ്യുന്നിടത്ത് വോൾട്ടേജ് വേരിയേഷൻ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മീറ്ററുകളുടെ സ്റ്റാൻഡർഡൈസേഷനും കാലിബ്രേഷനും അതുപോലെ മീറ്റർ ടെസ്റ്റ് ചെയ്യാനും ഒക്കെ ഓട്ടോ
ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് ഓട്ടോ ട്രാൻസ്ഫോർമറിൻ്റെ യൂസ്. യെസ്, ഇതുവരെ നമ്മൾ 2 വൈൻഡിങ് ട്രാൻസ്ഫോർമറും അതുപോലെ 1 വൈൻഡിങ് ട്രാൻസ്ഫോർമർ എന്ന് പറയുന്ന ഓട്ടോ ട്രാൻസ്ഫോർമറും കണ്ടുകഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് വെൽഡിംഗ് ട്രാൻസ്ഫോർമർ, വെൽഡിംഗ് മെഷീൻ എന്ന് പറയുന്ന വെൽഡിംഗ് ട്രാൻസ്ഫോർമർ. വെൽഡിംഗ് ട്രാൻസ്ഫോർമറുകൾ വളരെ കോമൺ ആയിട്ട് ജനറലായിട്ട് സിംഗിൾ ഫേസ് വെൽഡിംഗ് ട്രാൻസ്ഫോർമറുകളാണ് ഉള്ളത്, വെൽഡിംഗ് ട്രാൻസ്ഫോർമർ. എന്നാൽ 2 ഫേസ് വെൽഡിംഗ് ട്രാൻസ്ഫോർമറുകളും അവൈലബിൾ ആണ്, അതുപോലെ 3 ഫേസ് വെൽഡിംഗ് ട്രാൻസ്ഫോർമറുകളും അവൈലബിൾ ആണ്. അപ്പോൾ വെൽഡിംഗ് ട്രാൻസ്ഫോർമറുകളെ കുറിച്ച് ആദ്യം പറയാനുള്ളത് അവ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുകളാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. സിംഗിൾ ഫേസ് വെൽഡിംഗ് ട്രാൻസ്ഫോർമറുകളാണെങ്കിൽ അവ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക എന്ന് പറയുമ്പോൾ ശരിക്കും 230 വോൾട്ട് എന്ന് പറയുന്ന സിംഗിൾ ഫേസിലെ ഇൻപുട്ട് വോൾട്ടേജ്, നോർമൽ വോൾട്ടേജ് സെക്കൻഡറിയിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അതിനേക്കാൾ കുറഞ്ഞൊരു വോൾട്ടേജ് ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. സാധാരണയായി സിംഗിൾ ഫേസ് വെൽഡിംഗ് ട്രാൻസ്ഫോർമറുകളിൽ വെൽഡിംഗ് പർപ്പസിനായി നമ്മൾ ഉപയോഗിക്കുന്ന സെക്കൻഡറി വോൾട്ടേജ് 20 വോൾട്ടിനും 60 വോൾട്ടിനും ഇടയ്ക്കാണ്. ജനറലായിട്ട് വെൽഡിംഗ് ട്രാൻസ്ഫോർമറിലെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, അതായത് വെൽഡിംഗ് വോൾട്ടേജ് 20 വോൾട്ടിനും 60 വോൾട്ടിനും ഇടയ്ക്കാണ്. ചില സിംഗിൾ ഫേസ് വെൽഡിംഗ് ട്രാൻസ്ഫോർമറുകൾ 20 വോൾട്ടിനും 80 വോൾട്ടിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് സെക്കൻഡറി കിട്ടത്തക്ക ട്രാൻസ്ഫോർമറുകൾ ഉണ്ട്. ഇനി വെൽഡിംഗ് ചെയ്യുന്ന കറണ്ട് റേറ്റിംഗ്, ഔട്ട്പുട്ട് കറണ്ട്, ഇപ്പോൾ വെൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വെൽഡിംഗ് ഇലക്ട്രോഡിൽ നിന്നും സെക്കൻഡറി സർക്യൂട്ടിൽ വെൽഡിങ്ങിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് 200 ആംപിയർ മുതൽ 750 ആംപിയർ വരെ ഉപയോഗിക്കണം. 200 ആംപിയർ മുതൽ 750 ആംപിയർ വരെ ഔട്ട്പുട്ട് കറണ്ട് വെൽഡിംഗ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ 20 വോൾട്ട് മുതൽ 60 വോൾട്ട് വരെ ആണ് വോൾട്ടേജ് റേഞ്ച് സെക്കൻഡറി. കറണ്ട് റേറ്റിംഗ് 200 ആംപിയർ മുതൽ 750 ആംപിയർ വരെയാണ് സിംഗിൾ ഫേസ്. ഞാൻ സിംഗിൾ ഫേസ് വെൽഡിംഗ് ട്രാൻസ്ഫോർമറിൻ്റെ കാര്യമാണ് പറയുന്നത്, സിംഗിൾ ഫേസ് വെൽഡിംഗ് ട്രാൻസ്ഫോർമർ. അപ്പോൾ വെൽഡിംഗ് ട്രാൻസ്ഫോർമറുകൾ ശരിക്കും 2 വൈൻഡിങ് ട്രാൻസ്ഫോർമറുകൾ തന്നെയാണ്. അവയ്ക്ക് ഒരു പ്രൈമറി വൈൻഡിങ്ങും അതുപോലെ മറ്റൊരു സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ടായിരിക്കും. പ്രൈമറി വൈൻഡിങ്ങിൽ ധാരാളം ചുറ്റുകൾ ഉണ്ടായിരിക്കും, നമ്പർ ഓഫ് ടേൺസ് വളരെ കൂടുതലാണ്. ചുറ്റാൻ ഉപയോഗിച്ച കണ്ടക്ടർ വളരെ തിൻ കണ്ടക്ടർ ആയിരിക്കും. സോ എ വെൽഡിംഗ് ട്രാൻസ്ഫോർമർ കൺസിസ്റ്റ് ഓഫ് primary and secondary winding. The secondary winding carries lesser number of turns of thick wire, whereas the primary winding consists of large number of turns of thin wire. അപ്പോൾ പ്രൈമറിയിൽ ധാരാളം ചുറ്റുകൾ ചുറ്റാൻ ഉപയോഗിച്ചത് തിൻ വയർ ആയിരിക്കും. സെക്കൻഡറിയിൽ വളരെ കുറച്ച് ചുറ്റുകളെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ സെക്കൻഡറിയിൽ കുറച്ച് ടാപ്പിംഗ് പോയിന്റ്സ് ആയിരിക്കും ഉള്ളത്. ചുറ്റുകളിൽ ഇടയ്ക്കിടയ്ക്ക് ടാപ്പിംഗ് പോയിന്റ്സ് കാണും. അപ്പോൾ ഈ ടാപ്പിംഗ് പോയിന്റ്സ് ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള റെഡ്യൂസ്ഡ് വോൾട്ടേജ് സെക്കൻഡറിയിൽ വരും. പക്ഷേ സെക്കൻഡറി വൈൻഡിങ്ങിൽ ചുറ്റാൻ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടക്ടർ എന്ന് പറയുന്നത് വളരെ തിക്കായിട്ടുള്ള കണ്ടക്ടറാണ്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടു, സെക്കൻഡറിയിലെ കറണ്ട് റേറ്റിംഗ് 200 ആംപിയർ മുതൽ 750 ആംപിയർ വരെ. 200 ആംപിയർ മുതൽ 750 ആംപിയർ വരെ റേഞ്ചിലുള്ള കറണ്ടിനെ വഹിക്കാൻ പാകത്തിനുള്ള സൈസ് സെക്കൻഡറി കണ്ടക്ടർ ഉണ്ടായിരിക്കണം. സെക്കൻഡറി വൈൻഡിങ്ങിലെ ടേൺസിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടക്ടറിന് ഉണ്ടായിരിക്കും. അപ്പോൾ സെക്കൻഡറിയിൽ നോർമലി കുറച്ച് ചുറ്റുകളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ടാപ്പിംഗ് പോയിന്റ്സ് വെച്ച് ചുറ്റുകളുടെ എണ്ണം പരിമിതിപ്പെടുത്തി എടുക്കാവുന്നതാണ്. ചുറ്റാൻ ഉപയോഗിച്ചത് വളരെ തിക്ക് വയറായിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ പ്രൈമറി വൈൻഡിങ് വളരെ കൂടുതൽ എണ്ണം ചുറ്റുകളുണ്ട്. അപ്പോൾ അതിനെ ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 230 വോൾട്ട് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള നമ്പർ ഓഫ് ടേൺസ് കൂടി ഇടാം. തിൻ വയർ ഉപയോഗിച്ചാൽ മതി. സെക്കൻഡറിയിൽ തിക്ക് വയർ ഉപയോഗിച്ചുള്ള ടേൺസ് ആണ്, എന്നിട്ട് ഇടയ്ക്ക് ടാപ്പിംഗ് പോയിന്റ്സ്. ഇപ്പോൾ ഈ പോയിന്റ് ഇടയ്ക്ക് 100 വോൾട്ടിൻ്റെ പോയിന്റാണ്. അപ്പോൾ 100 വോൾട്ട് ആണ് ഔട്ട്പുട്ടിൽ വേണ്ടതെങ്കിൽ 100 വോൾട്ട് ഉപയോഗിച്ചുള്ള വെൽഡിംഗ് തന്നെ കുറവാണ്. 60 വോൾട്ടിൻ്റെ ടാപ്പിംഗ്, 40 വോൾട്ടിൻ്റെ ടാപ്പിംഗ്, അങ്ങനെ ചിലപ്പോൾ 60 വോൾട്ടിൻ്റെ ടാപ്പിങ്ങിൽ നിന്നും എടുത്തിട്ടാണ് നമ്മൾ ഈ ജോബിൽ വെൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ വെൽഡിംഗ്
പർപ്പസിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടും ആ കറണ്ട് റെഗുലേറ്റ് ചെയ്യാനുമായിട്ട് സെക്കൻഡറി സർക്യൂട്ടിൽ ഒരു ടാപ്പ് റിയാക്ടർ കൂടി ഉപയോഗിക്കുന്നുണ്ട് കറണ്ട് കൺട്രോളിങ്ങിന് ആയിട്ട്. അതായത് വെൽഡിംഗ് മെഷീൻ്റെ ഔട്ട്പുട്ട് കറണ്ട് കൺട്രോളിങ് ചെയ്യാനായിട്ട് ഒരു ടാപ്പ് റിയാക്ടറിൻ്റെ സ്യൂട്ടബിൾ ടാപ്പിൽ നിന്ന് കണക്ഷൻ എടുത്ത് നമുക്ക് ഇലക്ട്രോഡിലേക്ക് കൊടുത്ത് വെൽഡ് ചെയ്യാവുന്നത്. അപ്പോൾ ഒരു വെൽഡിംഗ് ട്രാൻസ്ഫോർമർ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഫേസിലും വെൽഡിംഗ് ട്രാൻസ്ഫോർമറുണ്ട്, 3 ഫേസിലും വെൽഡിംഗ് ട്രാൻസ്ഫോർമറുണ്ട്. അപ്പോൾ സിംഗിൾ ഫേസ് വെൽഡിംഗ് ട്രാൻസ്ഫോർമർ നോർമലി അത് വെൽഡ് ചെയ്യാനായിട്ട് ഔട്ട്പുട്ടിൽ ഉപയോഗിക്കുന്ന വോൾട്ട് 20 വോൾട്ട് മുതൽ 60 വോൾട്ട് വരെയാണ്. ഇനി ഔട്ട്പുട്ട് കറണ്ട് ശരിക്കും സെക്കൻഡറി സർക്യൂട്ടിലെ കറണ്ട് 200 ആംപിയർ മുതൽ 750 ആംപിയർ വരെയാണ്. വെൽഡിംഗ് ട്രാൻസ്ഫോർമറുകൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുകൾ. സെക്കൻഡറി സർക്യൂട്ടിലെ നമ്പർ ഓഫ് ടേൺസ് തിക്ക് വയർ കൊണ്ട് വൈൻഡ് ചെയ്തതായിരിക്കണം. പ്രൈമറിയിൽ ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഉണ്ടായിരിക്കും, മിക്കവാറും തിൻ വയർ ആയിരിക്കും. കമ്പാരിറ്റീവ്ലി ദി സെക്കൻഡറി വൈൻഡിങ്സ് ആർ much cross section because they have to carry large output current. അപ്പോൾ സെക്കൻഡറി ടേൺസ് തിക്ക് വയർ ഉപയോഗിച്ച് വൈൻഡ് ചെയ്തിരിക്കണം, പ്രൈമറി ടേൺസ് തിൻ വയർ ഉപയോഗിച്ചിട്ട് വൈൻഡ് ചെയ്യുന്നു. ഒരു വെൽഡിംഗ് ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചിട്ടുള്ള വെൽഡിംഗ് സർക്യൂട്ടറിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ഒരു 60 വോൾട്ടിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. സൂട്ടബിൾ റിയാക്ടറിൻ്റെ ടാപ്പിംഗ് പോയിൻറ്റ്സിൽ നിന്നും ഇത് വെൽഡിംഗ് ഇലക്ട്രോഡിലേക്ക് സപ്ലൈ വന്ന് ഈ ജോബിലേക്ക് സർക്യൂട്ടിലേക്ക് വെൽഡിംഗ് ട്രാൻസ്ഫോർമർ. ഇനി ട്രാൻസ്ഫോർമറുകളിൽ അവസാനമായിട്ടൊരു പോർഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ വെൽഡിംഗ് ട്രാൻസ്ഫോർമർ ആൻഡ് പവർ ട്രാൻസ്ഫോർമർ. വെൽഡിംഗ് ട്രാൻസ്ഫോർമറുകളും പവർ ട്രാൻസ്ഫോർമറുകളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ വെൽഡിംഗ് ട്രാൻസ്ഫോർമറുകളും പവർ ട്രാൻസ്ഫോർമറുകളും തമ്മിലുള്ള വ്യത്യാസം ഒരു ചോദ്യമായിട്ട് തന്നെ ചോദിക്കാറുണ്ട്. അതിനു മുമ്പ് ട്രാൻസ്ഫോർമറുകൾ അവയുടെ സർവീസിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുകൂടെ നമ്മൾ അറിയണം. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോർമേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ യൂസ്. അപ്പോൾ അത് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോർമേഴ്സ്. അപ്പോൾ ഒന്ന് as regards their construction. കൺസ്ട്രക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ഫോർമർ തുടങ്ങിയ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞതാണ്. കൺസ്ട്രക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ഫോർമറിൽ 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഈ കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ, ബി shell type transformer. So conceptually transformers can be divided into core type transformer and shell type transformer. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ക്ലാസിഫിക്കേഷൻ ചെയ്തുകൊണ്ട് മാത്രം പൂർത്തിയാകുന്നില്ല. ഇനി അവ കംപ്ലീറ്റ് ആകുന്നുണ്ടെങ്കിൽ അവയുടെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു. As regards their service, as regards their use, as regards their uses. One, the power transformer. Power transformers. Power transformers ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നവരാണ് പവർ ട്രാൻസ്ഫോർമർ. ഈ പവർ ട്രാൻസ്ഫോർമർ മിക്കവാറും ട്രാൻസ്മിഷൻ ലൈനുകളിലും അതുപോലെ
സെക്കൻഡറി ട്രാൻസ്മിഷൻ ലൈൻ, പ്രൈമറി ട്രാൻസ്മിഷൻ ലൈനുകളിലും സെക്കൻഡറി ട്രാൻസ്മിഷൻ ലൈനുകളിലും ഉണ്ടായിരിക്കും. അതുപോലെ ജനറേറ്റിംഗ് സ്റ്റേഷനുകളിലും ഇവ കാണും. പവർ ട്രാൻസ്ഫോർമറുകൾ ജനറേറ്റിംഗ് സ്റ്റേഷനുകളിലും സബ് സ്റ്റേഷനുകളിലും പ്രൈമറി ട്രാൻസ്മിഷൻ, സെക്കൻഡറി ട്രാൻസ്മിഷൻ എന്ന ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷൻ പർപ്പസസ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാർജ് കപ്പാസിറ്റിയുള്ള ട്രാൻസ്ഫോർമറുകളാണ് ഈ പവർ ട്രാൻസ്ഫോർമേഴ്സ്. ഇവ മിക്കവാറും 3-phase ട്രാൻസ്ഫോർമറുകളാണ്. അപ്പോൾ പവർ ട്രാൻസ്ഫോർമേഴ്സ്, ദേ ആർ 3-phase ട്രാൻസ്ഫോർമേഴ്സ്. 3-phase ട്രാൻസ്ഫോർമേഴ്സ്, അപ്പോൾ 3-phase ട്രാൻസ്ഫോർമറുകളാണ്. അതുപോലെ ഇവ ലാർജ് സൈസ് ട്രാൻസ്ഫോർമറുകളാണ്. ഇവ MVA റേഞ്ചിലാണ് പറയുന്നത്. സെവറൽ 100 MVA, അതായത് 1000 MVA, 5000 MVA എന്നൊക്കെയുള്ള റേഞ്ചിലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ MVA കപ്പാസിറ്റി, ലാർജ് സൈസ്, ലാർജ് കപ്പാസിറ്റി, MVA several thousand MVA. Used in generating station, substation. Generating സ്റ്റേഷനുകളിലെ സബ്സ്റ്റേഷനിലാണ് കാണപ്പെടുന്നത്. ഇവ 3-phase ട്രാൻസ്ഫോർമർ. ഇനി അടുത്ത ബി, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ സാധാരണയായി 3-phase primary 3-phase 3-wire primary, അതുപോലെ 3-phase 4-wire secondary. പ്രൈമറി മിക്കവാറും 11 kV ആയിരിക്കും. പ്രൈമറിയിൽ മിക്കവാറും 11 kV ആയിരിക്കും. അതുപോലെ സെക്കൻഡറിയിൽ 415 വോൾട്ട് എന്ന റേഞ്ചിലാണ്. അത് 3-phase 4-wire സിസ്റ്റത്തിലാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ പവറിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ. ഇപ്പോൾ KSEB റോഡ് പക്കത്തൊക്കെ വെച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമറുകൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറുകളാണ്. അവയുടെ പ്രൈമറി 11 kV എനർജൈസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡറിയിൽ 415 വോൾട്ട് എന്ന വരിയിൽ 3-phase 4-wire സിസ്റ്റം, സിംഗിൾ ഫേസ് കൂടെ എടുക്കാൻ പാകത്തിനുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറുകളാണ്. ഇവയൊക്കെ KVA റേഞ്ചിലാണ് വരുന്നത്. KVA റേഞ്ചിൽ 100 kVA, 500 kVA, 1000 kVA, 2000 kVA ആ റേഞ്ചിലാണ് വരുന്നത്. ഇനി ഈ 3-phase പവർ ട്രാൻസ്ഫോർമറുകൾ അവ മിക്കവാറും 11 kV മുതൽ 400 kV വോൾട്ടേജ് റേഞ്ചിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ പവർ ട്രാൻസ്ഫോർമറുകൾ ലാർജ് സൈസാണ്, ലാർജ് കപ്പാസിറ്റിയാണ്. എത്രയെങ്കിലും MVA എന്ന രീതിയിലാണ് അറിയപ്പെടുന്ന. 1000 MVA, 500 MVA, 2000 MVA, 5000 MVA അങ്ങനെയുള്ള കപ്പാസിറ്റിയുള്ള ട്രാൻസ്ഫോർമറുകളാണ്. അവയുടെ വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് 11 kV മുതൽ 400 kV ഉണ്ട്. 11 kV, അതുപോലെ 33 kV, അതുപോലെ 66 kV, 110 kV, 220 kV, 400 kV എന്നുള്ള വോൾട്ടേജ് റേഞ്ചിൽ വർക്ക് ചെയ്യുന്ന ലാർജ് കപ്പാസിറ്റി ട്രാൻസ്ഫോർമറുകളാണ് പവർ ട്രാൻസ്ഫോർമർ. എന്നാൽ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറുകൾ 11 kV ബാർ 415 വോൾട്ടാണ്. 11 kV പ്രൈമറിയിലും 415 വോൾട്ട് സെക്കൻഡറിയിലും. അതായത് 3-phase തന്നെയാണ്. 3-phase 3-wire സിസ്റ്റം പ്രൈമറി 11 kV ഫീഡ് ചെയ്യുന്നത്. അതുപോലെ 3-phase 4-wire സിസ്റ്റം സെക്കൻഡറിയിലാണ്. പവർ ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് വേരിയസ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ്, വേരിയസ് കൊമേഴ്സ്യൽ കൺസ്യൂമേഴ്സ്, സ്മാൾ ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ്, ഇവർക്കൊക്കെ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ചുമതലയാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർക്കുള്ളത്. അപ്പോൾ ആ പർപ്പസ് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ. അടുത്ത് പിന്നുള്ള ട്രാൻസ്ഫോർമർ സി, ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോർമർ. ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോർമർ എന്ന് പറയുമ്പോൾ ഇതിൽ കറണ്ട് ട്രാൻസ്ഫോർമർ,
CT കറണ്ട് ട്രാൻസ്ഫോർമർ, അതുപോലെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമർ, PT എന്നീ ട്രാൻസ്ഫോർമർ, കറണ്ട് ട്രാൻസ്ഫോർമർ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമർ, അവ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോർമർ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനകത്ത് കറണ്ട് ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വലിയ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്, അതായത് 5000, 10000, 20000, 50000 എന്നീ റേഞ്ചിലേക്ക് വരുന്ന വലിയ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ചെറിയ ഓൾട്ടർനേറ്റിംഗ് കറണ്ടായി റെഡ്യൂസ് ചെയ്ത് സെക്കൻഡറിയിൽ തരുന്ന ട്രാൻസ്ഫോർമറുകളാണ് കറണ്ട് ട്രാൻസ്ഫോർമർ. ലാർജ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ലാർജ് magnitude of alternating current is reduced to the smaller ampere range. ഇപ്പോൾ 5 ആംപിയർ, 5000 ആംപിയറിന് 5 ആംപിയറിലാക്കി തരും സെക്കൻഡറി. അപ്പോൾ അതുകൊണ്ട് കറണ്ട് ട്രാൻസ്ഫോർമറുകൾ, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമർ, രണ്ട് CTയും PTയും ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോർമർ എന്നറിയപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇവ മീറ്ററിംഗ് ആണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 10000 ആംപിയർ മെഷർ ചെയ്യാനുള്ള ഒരു കറണ്ട് മീറ്റർ, ആംപിയർ മീറ്റർ, അമ്മീറ്റർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. 10000 ആംപിയർ കറണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മെഷർ ചെയ്യാനുള്ള അമ്മീറ്റർ ഉണ്ടാക്കിയെടുക്കാൻ പാടാം. അങ്ങനെ അത്രയും സൈസ് ഇമേജിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 10000 ആംപിയറിന് 5 ആംപിയർ റേഞ്ചിലുള്ള ഒരു കറണ്ടിലേക്ക് താഴ്ത്തിയാൽ സെക്കൻഡറിയിൽ ഒരു 5 ആംപിയർ, 0 to 5 ആംപിയർ റേഞ്ചിലുള്ള ഒരു അമ്മീറ്റർ ഇട്ട് അത് മെഷർ ചെയ്തിട്ട് CTയുടെ റേഷ്യോ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മെഷർ ചെയ്ത പ്രൈമറി കറണ്ട് ഇത്രയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ മെഷർമെന്റ് പർപ്പസിന് CT അത്യാവശ്യമായിട്ട് വേണ്ടി വരും. അതിനാണ് മീറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമർ, വലിയ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് 11000 വോൾട്ടേജിനെ മെഷർ ചെയ്യാൻ പാകത്തിനുള്ള വോൾട്ട്മീറ്റർ ഉണ്ടാക്കാൻ പാടാണ്. അപ്പോൾ 11000 വോൾട്ടേജിന് ശരിക്കും ഒരു 150 വോൾട്ടേജ് റേഞ്ചിലേക്ക് ഒരു PT പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമർ ഇട്ട് താഴ്ത്തിയാൽ ആ 150 വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ റേഞ്ചിലുള്ള വോൾട്ട്മീറ്റർ മെഷർ ചെയ്തിട്ട് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമറിന്റെ PTയുടെ റേഞ്ച് വെച്ച് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറിയിൽ അപ്ലൈ ചെയ്ത് മെഷർ ചെയ്യേണ്ട വോൾട്ടേജ് എത്രയാണെന്ന് അറിയുന്നത്. അപ്പോൾ CTയും PTയും വലിയ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെയും PT വലിയ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെയും താഴ്ത്തി മെഷറബിൾ ആയിട്ടുള്ള ചെറിയ മീറ്ററുകളിട്ട്, ചെറിയ റേഞ്ചിലുള്ള മീറ്ററുകളിട്ട് മെഷർ ചെയ്യാൻ പാകത്തിന് മെഷറബിൾ റേഞ്ചിലുള്ള കറണ്ടും വോൾട്ടേജ് ആക്കി മാറ്റിയിട്ട് അവ മെഷർ ചെയ്തു. അതാണ് CTയും PTയും ചെയ്യുന്നത്. അവയെ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നു. അവരുടെ പർപ്പസ് മീറ്ററിംഗ് തന്നെയാണ്. മീറ്റർ ഒരു CTയുടെ സെക്കൻഡറിയിൽ ഒരു അമ്മീറ്റർ ഇട്ട് വലിയ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമറിന്റെ സെക്കൻഡറിയിൽ 0ക്കും 150, 200 വോൾട്ട് റേഞ്ചിലുള്ള ഒരു വോൾട്ട്മീറ്റർ ഇട്ട് വലിയ റേഞ്ചിലുള്ള ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ മെഷർ ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ട്രാൻസ്ഫോർമറിന്റെ ക്ലാസിഫിക്കേഷൻ. ട്രാൻസ്ഫോർമറുകൾ കൺസ്ട്രക്ഷനലി കോർ ടൈപ്പും ഷെൽ ടൈപ്പും. ഇനി ട്രാൻസ്ഫോർമറുകൾ അവയുടെ ഉപയോഗം അനുസരിച്ച് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. പവർ ട്രാൻസ്ഫോർമറുകൾ വളരെ വലിയ സൈസിലുള്ള ട്രാൻസ്ഫോർമറുകളാണ്. 3 ഫേസ് ട്രാൻസ്ഫോർമറുകളാണ് മസ്റ്റായിട്ടും. പവർ ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിക്കുന്നത് സബ്സ്റ്റേഷനുകളിലും അതുപോലെ ജനറേറ്റിംഗ് സ്റ്റേഷനിലുമാണ്. അവ ഇലക്ട്രിക്കൽ പവറിൻ്റെ ട്രാൻസ്മിഷൻ പർപ്പസാണ് സെർവ് ചെയ്യുന്നത്. ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ജനറേറ്റ് ചെയ്യുന്ന 11 kVയെ 110 kV, 220 kV, 400 kV ആക്കി ഉയർത്തി ട്രാൻസ്മിറ്റ് ചെയ്യും. എന്നിട്ട് ഈ 400 kV സബ്സ്റ്റേഷനുകളിൽ സ്വീകരിച്ച് വീണ്ടും താഴ്ന്ന വോൾട്ടേജിലാക്കാം. 66 kV, 33 kV, 11 kV ആയിട്ടൊക്കെ താഴ്ത്തും. അപ്പോൾ ഇവയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് MVA റേഞ്ചിലാണ് പറയുന്നത്. 1000 MVA, 5000 MVA എന്നൊക്കെ ആ റേഞ്ചിൽ പറയുന്ന ഏറ്റവും വലിയ കപ്പാസിറ്റിയുള്ള ട്രാൻസ്ഫോർമറുകളാണ് പവർ ട്രാൻസ്ഫോർമർ. അവരുടെ വർക്കിംഗ് വോൾട്ടേജ് 11 kV, 33 kV, 66 kV, 110 kV, 220 kV, up to 400 kV ആ റേഞ്ചിലേക്ക് വരുന്ന ആ വർക്കിംഗ് വോൾട്ടേജാണ് അവയ്ക്ക്. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ. പവർ ഡിസ്ട്രിബ്യൂഷൻ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോർമറാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറുകൾ. ഇവയുടെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ 11 kV റേഞ്ചിലുള്ള ഇലക്ട്രിക്കൽ പവർ സ്വീകരിച്ചുകൊണ്ട് അത് 415 വോൾട്ട് റേഞ്ചിൽ വരുന്ന ലോ വോൾട്ടേജ് റേഞ്ചിലെ പവറാക്കി മാറ്റി കൺസ്യൂമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമർ ഒന്ന് പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവയുടെ പ്രൈമറി എന്ന് പറയുന്നത് 11,000 വോൾട്ടേജ് ഫീഡ് ചെയ്യാൻ പാകത്തിനുള്ള വൈൻഡിങ് ആയിരിക്കും. സെക്കൻഡറിയിൽ 415 വോൾട്ടേജ് 4 വയർ സിസ്റ്റത്തിൽ, 3 ഫേസ് 4 വയർ സിസ്റ്റത്തിൽ എടുക്കാൻ പോകുന്നത്. നാലാമത്തെ വയർ എന്ന് പറയുന്നത് ന്യൂട്രലാണ്. ആ ന്യൂട്രലും 3 ഫേസിൽ ഏതെങ്കിലും ഒരു ഫേസ് ഉപയോഗിച്ച് സിംഗിൾ ഫേസ് ലൈനുകളിലേക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൈമറി 3 ഫേസ് 3 വയർ സിസ്റ്റം, സെക്കൻഡറി 3 ഫേസ് 4 വയർ സിസ്റ്റം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത ട്രാൻസ്ഫോർമറുകളാണ്
അപ്പോൾ അവരുടെ വോൾട്ടേജ് റേഞ്ച് ആയിരിക്കും 11 kV 450 വോൾട്ട്. അവ 100 kV 200 kV 550 kVA 50 kVA 50 kVA മുതൽ 25 kVA പോലും ഉണ്ട്. 25 kVA 50 kVA 80 kVA 100 kVA ആ റേഞ്ചിൽ ഇങ്ങനെ 1000 kVA 2000 kVA ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറുകൾ അവൈലബിൾ ആണ്. മൂന്നാമത് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോർമർ. ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോർമർ കുട്ടികൾ വരുന്നത് കറണ്ട് ട്രാൻസ്ഫോർമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമറുമാണ്. കറണ്ട് ട്രാൻസ്ഫോർമർ ഉയർന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ താണ റേഞ്ചിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ ഉയർന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ മെഷർ ചെയ്യാൻ താണ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കപ്പാസിറ്റി ഉള്ള അമ്മീറ്ററുകളിട്ട് സാധ്യമാണ്. അതുപോലെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമർ PT ഉപയോഗിച്ച് ഉയർന്ന ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ താണ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിലേക്ക് താഴ്ത്തിയിട്ട് അവയെ മീറ്ററുകളിട്ട് മെഷർ ചെയ്ത് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമറിൻ്റെ റേഷ്യോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് വലിയ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോർമർ. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ power transformer and welding transformer. Power transformer welding transformer. Power transformer, large size, large capacity. Welding transformer, small capacity. ഇത് MVA പറയുമ്പോൾ ഇത് KVA. MVA കപ്പാസിറ്റി പറയുമ്പോൾ അത് KVA കപ്പാസിറ്റി ആണ് പറയുന്നത്. വോൾട്ടേജ് ലെവൽ 11 kV to 400 kV. ഇവിടെ വോൾട്ടേജ് 240 230 വോൾട്ട് ടു 20 വോൾട്ട് ആ റേഞ്ചിലാണ് വരുന്നത്. 230 വോൾട്ട് ടു 20 വോൾട്ട്. ഇനി ഇത് സിംഗിൾ ഫേസ് 3 ഫേസ് ആണെങ്കിൽ 415 വോൾട്ട് ടു 20 വോൾട്ട് ആ റേഞ്ചിൽ വരും. ഇത് സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. പവർ ട്രാൻസ്ഫോർമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഉണ്ട്. ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുകളാണ്. ഇനി ഇതിൻ്റെ കപ്പാസിറ്റി 5000 MVA. So 5000 MVA അതിൽ കൂടുതൽ പവർ ട്രാൻസ്ഫോർമറിൻ്റെ കപ്പാസിറ്റി. ഇത് അപ് ടു 50 kVA or so. Up to 50 kVA or so. Always 3 phase. Either single phase, 2 phase or 3 phase. Single phase, 2 phase or 3 phase. Purpose, power transmission.
പവർ ട്രാൻസ്മിഷൻ. ഇവിടെ വെൽഡിംഗ്, AC and DC. പർപ്പസ് AC വെൽഡിംഗ്, അതുപോലെ DC വെൽഡിംഗ്. DC വെൽഡിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ കൺജങ്ഷൻ വിത്ത് റെക്ടിഫയറുടെ വെക്കണം. ഔട്ട്പുട്ട് AC എടുത്ത് റെക്ടിഫൈ ചെയ്ത് DC ആക്കിയിട്ട് DC വെൽഡിംഗ് പർപ്പസിന് വെൽഡിംഗ് ട്രാൻസ്ഫോർമർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പവർ ട്രാൻസ്ഫോർമറും വെൽഡിംഗ് ട്രാൻസ്ഫോർമറും തമ്മിലുള്ള കമ്പാരിസൺ ഏകദേശം ഇത്രയും കാര്യങ്ങൾ പറയാം. പവർ ട്രാൻസ്ഫോർമർ ലാർജ് കപ്പാസിറ്റിയാണ്, അത് MVA റേഞ്ചിലാണ് സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേസമയം വെൽഡിംഗ് ട്രാൻസ്ഫോർമർ 10 kVA, 15 kVA, 20 kVA, 30 kVA ആ റേഞ്ച്, മാക്സിമം 50 kVA ഒക്കെ മതിയാകും വെൽഡിംഗ് ട്രാൻസ്ഫോർമർ. ഇനി വോൾട്ടേജ് 11 kV വോൾട്ടേജ് മുതൽ 400 kV വരെ വർക്കിംഗ് വോൾട്ടേജ് ഉള്ള പവർ ട്രാൻസ്ഫോർമറുണ്ട്. അതേസമയം വെൽഡിംഗ് ട്രാൻസ്ഫോർമർ സിംഗിൾ ഫേസ് ആണെങ്കിൽ 230 വോൾട്ടാണ് ഇൻപുട്ട്, ഔട്ട്പുട്ടിൽ 20 വോൾട്ട് മുതലുള്ള ഇതിലേക്ക് 20 വോൾട്ടേജ് മുതൽ മേളിലോട്ടുള്ള റേഞ്ച്. 3 ഫേസ് ആണെങ്കിൽ 415 വോൾട്ടാണ് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്, ഔട്ട്പുട്ടിൽ അത് 20 വോൾട്ട് മുതൽ 20 വോൾട്ട് ടു 60 വോൾട്ട്, ഇതും 20 വോൾട്ട് ടു 60 വോൾട്ട് എന്നുള്ള റേഞ്ചിലേക്ക് മാറ്റാം. ഇനി പവർ ട്രാൻസ്ഫോർമറുകൾ എല്ലായ്പ്പോഴും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറുകളോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറുകളോ ആയിരിക്കും. ഇപ്പോൾ ഒരു ജനറേറ്റിംഗ് സ്റ്റേഷനിലുള്ള ഒരു പവർ ട്രാൻസ്ഫോർമർ തീർച്ചയായിട്ടും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ആയിരിക്കും. 11,000 വോൾട്ടേജ് 11 kV ആണ് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ്. അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉയർന്ന വോൾട്ടേജിലേക്ക് മാറ്റും, 110 kV 220 kV എന്നുള്ള റേഞ്ചിലേക്ക് മാറ്റും. അപ്പോൾ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറാണ്. ഇനി സബ്സ്റ്റേഷനിലേക്ക് റിസീവ് ചെയ്യുമ്പോൾ പവർ ട്രാൻസ്ഫോർമർ അവിടെ ഇരിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ആണ്. അതായത് 400 kV അല്ലെങ്കിൽ 220 kV 11 kVയിലേക്ക് താഴ്ത്താം, അല്ലെങ്കിൽ സെക്കൻഡറി ട്രാൻസ്മിഷനുള്ള 66 kVയിലേക്ക് താഴ്ത്തേണ്ടി വരും പലപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ പർപ്പസ് സെർവ് ചെയ്യും. അതേസമയം വെൽഡിംഗ് ട്രാൻസ്ഫോർമർ ഓൾവേസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. കപ്പാസിറ്റി 500 MVA അതിൽ കൂടുതലും കപ്പാസിറ്റിയുള്ള പവർ ട്രാൻസ്ഫോർമർ അവൈലബിൾ ആണ്. ഇത് മാക്സിമം 50 kV വരേക്കുള്ള വെൽഡിംഗ് ട്രാൻസ്ഫോർമറിലാണ് ഉള്ളത്. ഇനി പവർ ട്രാൻസ്ഫോർമർ എപ്പോഴും 3 ഫേസ് ആയിരിക്കും. അതേസമയം വെൽഡിംഗ് ട്രാൻസ്ഫോർമർ സിംഗിൾ ഫേസിലുള്ളതുകൊണ്ട് 2 ഫേസിലും 3 ഫേസിലും വർക്ക് ചെയ്യുന്ന വെൽഡിംഗ് ട്രാൻസ്ഫോർമറുകൾ അവൈലബിൾ ആണ്. പിന്നെ പവർ ട്രാൻസ്ഫോർമറിൻ്റെ പർപ്പസ് എന്നുള്ളത് പവർ ട്രാൻസ്മിഷൻ തന്നെയാണ്. ജനറേറ്റിംഗ് സ്റ്റേഷൻ ടു സബ്സ്റ്റേഷൻ, സബ്സ്റ്റേഷൻ ടു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേഷൻ, അങ്ങനെ പവർ ട്രാൻസ്മിഷൻ. വെൽഡിംഗ് ട്രാൻസ്ഫോർമർ വെൽഡിംഗ് പർപ്പസിനായിട്ടാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർക്ക് വെൽഡിംഗ് അങ്ങനെയുള്ള വെൽഡിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. DC വെൽഡിങ്ങിനും വെൽഡിംഗ് ട്രാൻസ്ഫോർമർ ഉപയോഗിക്കാം, പക്ഷേ ഔട്ട്പുട്ട് റെക്ടിഫൈ ചെയ്ത് DC ആക്കി മാറ്റേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോർമറുകളെ സംബന്ധിച്ച് ഏകദേശം ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഈ ക്ലാസ്സുകളിൽ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് ട്രാൻസ്ഫോർമർ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോർമർ, അതുപോലെ EMF ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോർമർ, അതിൻ്റെ ഡെറിവേഷൻ, EMF ഇക്വേഷൻ്റെ ഡെറിവേഷൻ, പിന്നെ അതുപോലെ ഓട്ടോ ട്രാൻസ്ഫോർമർ, അതായത് വൈൻഡിങ് ട്രാൻസ്ഫോർമർ, പിന്നെ വെൽഡിംഗ് ട്രാൻസ്ഫോർമർ, പിന്നെ പവർ ട്രാൻസ്ഫോർമറും വെൽഡിംഗ് ട്രാൻസ്ഫോർമറും തമ്മിലുള്ള ഡിഫറൻസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് സാധാരണ കണ്ടുവരുന്നത്. അപ്പോൾ ട്രാൻസ്ഫോർമർ എന്ന ചാപ്റ്റർ ഓൾമോസ്റ്റ് ഇത്രയും ക്ലാസ് കൊണ്ട് തീർന്നു. നന്ദി. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.